ഇയാൾക്ക് എന്താ ഇതിനു വേണ്ടി? ഇയാൾ ഉദ്യോഗസ്ഥനല്ല, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനല്ല. ഇയാളെ അപ്പം അയാൾ അവിടെ നിൽക്കണമെങ്കിൽ, ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലത്തിൻ്റെ കീഴിൽ ഇയാൾ ഇത്രയും വലിയൊരു സാന്നിധ്യം ഇയാൾക്ക് അവിടെ ഉണ്ടാവണമെങ്കിൽ, എല്ലാത്തിനകത്ത് ഇടപെടണമെങ്കിൽ, എല്ലായിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല പറഞ്ഞതുപോലെ ചുക്കില്ലാത്ത കഷായമില്ല, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നോക്കിയാലുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നോക്കിയാലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല, പലരും തന്ത്രിയുടെ ഇനി വല്ല പിന്തുടർച്ചക്കാരനാണെന്ന് പോലും തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിന്റെ അയാളെ എവിടെ, അപ്പൊ ഈ വർത്തമാനത്തിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അയാളെ എവിടെ ഹോൾഡ് ചെയ്തേക്കുന്നതാരാ? തന്ത്രി. എന്തിനാ തന്ത്രി? ഈ കേരളത്തിൽ മൊത്തമുള്ള, അല്ലെ ഇന്ത്യയിൽ മൊത്തമുള്ള, ഏകദേശം ബ്രാഹ്മണന്മാരുമായിട്ട് മൊത്തം ബന്ധമുള്ള ഈ തന്ത്രി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും കാര്യമായിട്ട് അവിടെ നിർത്തിയിരിക്കേണ്ട കാര്യമുണ്ടോ? എവിടെയും കയറിച്ചില്ല. പപ്പന്റെ റൂമിൽ കയറിച്ചെല്ലാം, തന്ത്രിയുടെ റൂമിൽ കയറിച്ചെല്ലാം, ആർക്കും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട VIP-കൾക്ക് പോലും ചോദിച്ചിട്ട് കയറി ചെല്ലാൻ പറ്റുന്നിടത്ത് പോലും ഫ്രീ ആയിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ആളാണ് ഇദ്ദേഹം. മനസ്സിലായില്ലേ? അപ്പം അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ പോലെ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായി. അപ്പം അയാൾ ചെയ്യുന്നത് എന്തിനാണ്? അതുപോലെ പപ്പൻ വേറെ മൊഴി കൊടുത്തിട്ടുണ്ട്. മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദേവസ്വം മന്ത്രിക്ക് അറിയേണ്ട കാര്യം? കയറി ചെല്ലാൻ പറ്റുമോ ദേവസ്വം മന്ത്രിയുടെ യഥാർത്ഥത്തിൽ? പാർട്ടിക്കാരനൊക്കെ കയറി ചെല്ലാം, അല്ലെ പരിചയക്കാരനൊക്കെ കയറി ചെല്ലാം. ഇത് ഒന്നുമില്ലാത്ത ഒരു തിരുമേനിക്കൊക്കെ അവിടെ കയറി ചെല്ലെങ്കിൽ എത്ര പേരുടെ സാങ്ഷൻ വേണം?